ഹലോ എവ്രിവൺ, വെൽക്കം ടു കെംഫോർട്സ്. കഴിഞ്ഞ വീഡിയോയിൽ നമ്മുടെ ജനറൽ ഓർഗാനിക് കെമിസ്ട്രിയിൽ വരുന്ന ടോപ്പിക് ആയിട്ടുള്ള അസിഡിറ്റി നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഡിഫറെൻറ്റ് തിയറീസും അതേപോലെ തന്നെ നമ്മൾ ഫാക്ടേഴ്സ് എഫക്റ്റിംഗ് അസിഡിറ്റി ഇത്രയും കാര്യങ്ങൾ നമ്മൾ മുഴുവനായും ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നു. സോ ഇത് റിലേറ്റഡ് ആയിട്ടുള്ള അസിഡിറ്റീൻ്റെ കോൺസെപ്റ്റ് റിലേറ്റഡ് ആയിട്ടുള്ള പ്രോബ്ലംസ് ആണ് നമ്മൾ ഈ വീഡിയോയിൽ നോക്കുന്നത്. നിങ്ങൾ കഴിഞ്ഞ വീഡിയോ കണ്ടിട്ടില്ലെങ്കിൽ ആ വീഡിയോ കണ്ടതിന് ശേഷം ഈ പ്രോബ്ലംസ് നിങ്ങൾ ചെയ്തു നോക്കുക. ഓക്കെ. So first question, arrange the following compounds in the increasing order of acidity. Okay, acidity order ആണ് ചോദിച്ചിരിക്കുന്നത്. ഇത് ആക്ച്വലി നമ്മുടെ 2025 ജാനുവരിയിൽ നടന്നിട്ടുള്ള ടെക്നിക്കൽ അസിസ്റ്റന്റ് കെമിക്കൽ എക്സാമിനേഴ്സ് ലബോറട്ടറിയിൽ വന്നിട്ടുള്ള ഒരു ചോദ്യമാണ്. ആ ക്വസ്റ്റ്യൻ പേപ്പറിൽ നമ്മൾ ബേസിസിറ്റി റിലേറ്റഡ് ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യനും കൂടി ഉണ്ടായിരുന്നു. അപ്പം ഈ ഒരു ഏരിയ, അതായത് നമ്മുടെ ഓർഗാനിക് കെമിസ്ട്രി, ജനറൽ ഓർഗാനിക് കെമിസ്ട്രിയിൽ വരുന്ന ഈ ഒരു പോർഷൻ എന്ന് പറയുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു പോർഷനാണ്. സോ നമുക്ക് പ്രോബ്ലംസ് നോക്കാം. അപ്പോൾ ഇവിടുത്തെ ഓർഡറാണ് നമ്മളോട് ചോദിച്ചിരിക്കുന്നത്. ഇത് സോൾവ് ചെയ്യാൻ വളരെ എളുപ്പമാണ്. നമ്മൾ ചെയ്യേണ്ടത്, നമുക്ക് തന്നിരിക്കുന്ന 4 കോമ്പൗണ്ട്സ് ആണ്. ഇതിൽ ഇവർ തമ്മിലുള്ള ഡിഫറൻസ് എവിടെയാണ് വരുന്നത് എന്നാണ് നമ്മൾ ആദ്യം നോക്കേണ്ടത്. എല്ലാത്തിലും ഈ ഒരു OH ഗ്രൂപ്പ്, അതായത് ബേസിക്കലി ഇവർ ഫീനോൾസ് ആണ്. അപ്പോൾ ഈ OH ഗ്രൂപ്പ് എല്ലാത്തിനും കോമൺ ആണ്. അപ്പോൾ നമ്മൾ ഡിഫറൻസ് എവിടെയാണ് വരുന്നത്, നമ്മൾ കോമൺ ആയിട്ടുള്ള കാര്യങ്ങൾ ഒഴിവാക്കിയിട്ട് എവിടെയാണോ ഡിഫറൻസ് വരുന്നത് അതാണ് നമ്മൾ കൺസിഡർ ചെയ്യേണ്ടത്. ഇനി നമ്മൾ എല്ലാ കോമ്പൗണ്ട്സും നോക്കിക്കഴിഞ്ഞാൽ ഇതിൽ സബ്സ്റ്റിറ്റ്യൂൻസ് ഒന്നും ഇല്ല. ബാക്കി എല്ലാത്തിലും NO2 സബ്സ്റ്റിറ്റ്യൂൻസ് ആയിട്ട് വരുന്നുണ്ട്. ഇവിടെ ഒരു NO2 ഉണ്ട്, ഇവിടെ 2 എണ്ണം ഉണ്ട്, ഇവിടെ 3 എണ്ണം ഉണ്ട്. ഇനി NO2 എന്ന് പറയുന്നത് ഒരു -M ഇഫക്റ്റ്, അതായത് ഡീആക്ടിവേറ്റിംഗ് ഗ്രൂപ്പാണ്, നമുക്കറിയാം അല്ലേ. അപ്പം NO2ന് -M ഇഫക്റ്റും കാണിക്കാൻ പറ്റും, അതേപോലെ തന്നെ -I ഇഫക്റ്റും ആണ് കാണിക്കാൻ പറ്റുന്നത്. സോ ഈ ഒരു ഫിനോളിൻ്റെ ഹൈഡ്രജൻ എന്ന് പറയുന്നത് നമുക്ക് റിമൂവ് ചെയ്യണം. റിമൂവ് ചെയ്താൽ കിട്ടുന്ന O-, നമുക്ക് O- ആയിരിക്കുമല്ലോ കിട്ടുന്നത്. അതിനെ ആരാണോ കൂടുതൽ സ്റ്റെബിലൈസ് ചെയ്യുന്നത് ആ ഒരു കോമ്പൗണ്ട് ആയിരിക്കും കൂടുതൽ അസിഡിക് അല്ലേ. ഇപ്പോൾ ഇവിടെ റിമൂവ് ചെയ്താൽ കിട്ടുന്ന O-ന്, അതായത് നമുക്ക് കിട്ടിയ ഫിനോക്സൈഡ് അയോണിന് ആർക്കാണോ, ഏത് കോമ്പൗണ്ടിലാണോ മോർ സ്റ്റെബിലൈസ്ഡ് ആയിട്ട് നിൽക്കാൻ പറ്റുന്നത് ആ കോമ്പൗണ്ട് ആയിരിക്കും കൂടുതൽ അസിഡിക്. ഓക്കെ. സോ നമുക്ക് കിട്ടുന്ന കോൺജുഗേറ്റ് ബേസ് എത്രമാത്രം സ്റ്റേബിൾ ആണോ അത്രയും അസിഡിക് ആയിരിക്കും നമ്മുടെ കോമ്പൗണ്ട് എന്ന് പറയുന്നത്. നമ്മൾ ഓൾറെഡി കണ്ട കാര്യമാണ്. സോ ഇതിൽ 3 NO2 ഗ്രൂപ്പ് ഉള്ളത് കൊണ്ട് തന്നെ നമുക്ക് പറയാൻ വേണ്ടി പറ്റും എന്താണ്, ഈ ഒരു കോമ്പൗണ്ട് ആയിരിക്കും മോസ്റ്റ് അസിഡിക് അല്ലേ. നമുക്ക് 3 ഗ്രൂപ്പുകൾ ഇവിടെ സ്റ്റെബിലൈസ് ചെയ്യാനുണ്ട്. അതുകൊണ്ട് തന്നെ 3 NO2 ഗ്രൂപ്പ്സിൻ്റെ പ്രസൻസ് ഉള്ളത് കൊണ്ട് തന്നെ നമ്മുടെ ഓപ്ഷൻ സി ആണ് വരുന്നത്. ഓപ്ഷൻ സിയിൽ മാത്രമേ ഈ ഒരു കോമ്പൗണ്ട് വരുന്നുള്ളൂ മോസ്റ്റ് അസിഡിക് ആയിട്ട്. സോ ദിസ് കോമ്പൗണ്ട് നമുക്ക് വളരെ ഫെമിലിയർ ആയിട്ടുള്ള കോമ്പൗണ്ട് ആണ്. ഇറ്റ് ഈസ് പിക്രിക് ആസിഡ്. ആക്ച്വലി ഈ ഒരു കോമ്പൗണ്ട് എന്ന് പറയുന്നത് ഹൈലി അസിഡിക് ആണ്, 3 നൈട്രോ ഗ്രൂപ്പ്സ് ഉള്ളത് കൊണ്ട്. ഇനി അടുത്തത് ഏത് വരും, 2 നൈട്രോ ഗ്രൂപ്പ്സ് ഉള്ള A ആയിരിക്കും വരുന്നത്. ദെൻ ബിയിൽ ഒരു നൈട്രോ ഗ്രൂപ്പ് ആണുള്ളത്. ദെൻ നമുക്ക് ഏത് പറയാം, നമ്മുടെ D പറയാം. ഓക്കെ, വിച്ച് ഇസ് നോർമൽ ഫീനോൾ. സോ ഓപ്ഷൻ സി ആണ് കറക്റ്റ് ആൻസർ വരുന്നത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, റാങ്ക് ദ ഫോളോയിങ് കോമ്പൗണ്ട്സ് ഇൻ ദി ഇൻക്രീസിങ് ഓർഡർ ഓഫ് അസിഡിറ്റി. 3 കോമ്പൗണ്ട്സ് തന്നിട്ടുണ്ട്, അതിൻ്റെ അസിഡിറ്റി ഓർഡർ ആണ് നോക്കേണ്ടത്. അപ്പോൾ നമ്മൾ ആദ്യം ഈ H+ റിമൂവ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കിട്ടുന്ന ഈ ഒരു അയോൺ ഏതിലായിരിക്കും മോർ സ്റ്റെബിലൈസ്ഡ് അതാണ് നമ്മൾ നോക്കേണ്ടത്. അപ്പോൾ വളരെ സിമ്പിളാണ്. ഇവിടെ നമുക്ക് ഈ ഒരു കേസിൽ ഓപ്ഷൻ ബിൻ്റെ കേസിൽ നമുക്ക് മീത്തൈൽ ഗ്രൂപ്പ്സ് ആണുള്ളത്. മീത്തൈൽ ഗ്രൂപ്പ്സ് നമുക്കറിയാം +I ഇഫക്റ്റ് ആണ് കാണിക്കുന്നത്, അതായത് ഇലക്ട്രോൺസ് വീണ്ടും റിലീസ് ചെയ്യാണ് ചെയ്യുന്നത്. ഓക്കെ, അതുകൊണ്ട് തന്നെ ഈ ഒരു നെഗറ്റീവ് ചാർജിന് ഡീസ്റ്റെബിലൈസ് ചെയ്യാണ് ചെയ്യുക. അതേസമയം നമ്മുടെ NO2ന് -I ഇഫക്റ്റ് ആണ് കാണിക്കാൻ പറ്റുന്നത്. അതേപോലെ -M ഇഫക്റ്റും പോസിബിൾ ആണ്. ഓക്കെ. ഇനി നമ്മുടെ ക്ലോറിൻ എടുത്തു കഴിഞ്ഞാൽ ക്ലോറിൻ്റെ അകത്ത് ആക്ച്വലി ലോൺ പെയർസ് അവൈലബിൾ ആണ്. സോ നമുക്ക് വേണമെങ്കിൽ ഇങ്ങനെ കാണിക്കാം അല്ലേ, ലോൺ പെയർസ് റിങ്ങിലോട്ട് പോകുന്നതായിട്ട് കാണിക്കാം, അതായത് +M ഇഫക്റ്റ് വേണമെങ്കിൽ കാണിക്കാം. പക്ഷെ നിങ്ങൾ ഓർക്കണം, ക്ലോറിൻ്റെ കേസിൽ നമ്മൾ എപ്പോഴും -I ഇഫക്റ്റ് ആണ് കൺസിഡർ ചെയ്യുന്നത്. ക്ലോറിൻ്റെ കേസിൽ അല്ലെങ്കിൽ ഹാലജൻസിൻ്റെ കേസിൽ ഇൻഡക്റ്റീവ് ഇഫക്റ്റ് ഇസ് മോർ പ്രൊനൗൺസ്ഡ് ദാൻ മീസോമറിക് ഇഫക്റ്റ്. മീസോമറിക് ഇഫക്റ്റിനേക്കാളും എപ്പോഴും ഇൻഡക്റ്റീവ് ഇഫക്റ്റ് ആണ് നമ്മൾ നോക്കേണ്ടത്. അതുകൊണ്ട് തന്നെ നമ്മുടെ ക്ലോറിൻ എന്ന് പറയുന്നത് ഇവിടെ -I ഇഫക്റ്റ് ആണ് കാണിക്കുന്നത്. നൈട്രോ ഗ്രൂപ്പും ക്ലോറിനും കമ്പയർ ചെയ്യുന്ന സമയത്ത് ഒബ്വിയസ്ലി നൈട്രോ ഗ്രൂപ്പിനാണ് കൂടുതൽ സ്റ്റെബിലൈസിങ് ഇഫക്റ്റ് ഉള്ളത്. നമ്മളോട് ഇൻക്രീസിങ് ഓർഡർ ഓഫ് അസിഡിറ്റി ആണ് ചോദിച്ചിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ നമുക്ക് എന്ത് പറയാം, ബി ആയിരിക്കും ഏറ്റവും ലീസ്റ്റ് അസിഡിക്, ദെൻ A വരും, ദെൻ C വരും. C is most acidic. Next question, the correct order of acidity in the following compounds. വീണ്ടും നമ്മളോട് ഓർഡർ ആണ് ചോദിച്ചിരിക്കുന്നത്.
ഓക്കെ, അപ്പോൾ ഇതിൽ നമ്മൾ ആദ്യം ചെയ്യേണ്ടത് മോസ്റ്റ് അസിഡിക് ആയിട്ടുള്ള ഹൈഡ്രജൻ ഏതാണെന്ന് ഐഡന്റിഫൈ ചെയ്യാണ് വേണ്ടത്. ഓക്കെ, നമുക്ക് ഇവിടെ ഒന്നിലധികം ഹൈഡ്രജൻസ് ഉണ്ട്. എല്ലാ കോമ്പൗണ്ട്സിലും മോർ ദാൻ 1 ഹൈഡ്രജൻസ് അവൈലബിൾ ആണ്. മോസ്റ്റ് അസിഡിക് ആയിട്ടുള്ള ഹൈഡ്രജനെ വേണം നമ്മൾ കൺസിഡർ ചെയ്യാൻ. അപ്പം ഈ ഒരു കേസിൽ നമുക്ക് പറയാൻ വേണ്ടി പറ്റും ഈ ഒരു ഹൈഡ്രജൻ ആയിരിക്കും, ഇവിടുത്തെ ഒരു ഹൈഡ്രജൻ ആയിരിക്കും മോസ്റ്റ് അസിഡിക്. അപ്പോൾ ആ ഹൈഡ്രജൻ റിമൂവ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഇവിടെ നെഗറ്റീവ് ചാർജ് കിട്ടും. ഈ നെഗറ്റീവ് ചാർജിനെ സ്റ്റെബിലൈസ് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് 2 ഗ്രൂപ്പ്സ് പ്രസന്റ് ആണ് അല്ല. അതുപോലെ തന്നെ ഇവിടുത്തെ ഹൈഡ്രജൻ ആയിരിക്കും മോസ്റ്റ് അസിഡിക്, ഈ ഒരു കേസിൽ ഇവിടെ ആയിരിക്കും. സോ എല്ലാ കേസിലും ഈ 3 കേസിലും നിങ്ങൾക്ക് കാണാം, അതായത് നമുക്ക് ഈ 2 വീതം കാർബണൈൽ ഗ്രൂപ്പ്സ് പ്രസന്റ് ആണ്. കാർബണൈൽ ഗ്രൂപ്പ്സ് എല്ലാത്തിലും സെയിം ആണ്, 2 ഗ്രൂപ്പ്സ് വീതമാണ് പ്രസന്റ് ആയിട്ട് ഉള്ളത്. അപ്പം അങ്ങനെ നോക്കിക്കഴിഞ്ഞാൽ ഇവർ 3 സെയിം ആണ്. ഇനി ഇതിൽ എയും ബി എന്ന് പറയുന്നത് സൈക്ലിക് സ്ട്രക്ചേഴ്സ് ആണ്, അതേസമയം സി എന്ന് പറയുന്നത് ഓപ്പൺ ചെയിൻ സ്ട്രക്ചേഴ്സ് ആണ്. അപ്പോൾ നിങ്ങൾ ഓർക്കേണ്ട കാര്യം, നമ്മൾ അസിഡിറ്റി പറയുന്ന സമയത്ത് സൈക്ലിക്കിനായിരിക്കും കൂടുതൽ അസിഡിറ്റി ദാൻ ഓപ്പൺ ചെയിൻ സ്ട്രക്ചർ. ഓക്കെ, അസിഡിറ്റിന്റെ ഓർഡർ വരുന്നത് ഇങ്ങനെയായിരിക്കും. കാരണം നമ്മുടെ സൈക്ലിക് കോമ്പൗണ്ട് എന്ന് പറയുന്നത് കുറച്ചും കൂടി റിജിഡ് കോമ്പൗണ്ട്സ് ആണ്. അതായത് നമ്മുടെ അയോൺസ്, നമുക്ക് കിട്ടുന്ന ചാർജസിന് നമുക്ക് കറക്റ്റ് ആയിട്ട് സ്റ്റെബിലൈസ് ചെയ്യാൻ ഈസിയാണ് സൈക്ലിക് കോമ്പൗണ്ട്സിന്റെ കേസിൽ. ഓക്കെ, ഇനി അപ്പോൾ നമുക്ക് നിസ്സംശയം പറയാം നമ്മുടെ സി ആണ് ലീസ്റ്റ് അസിഡിക് എന്ന് പറയുന്നത്. ഇനി നമ്മൾ എയും ബിയും കൺസിഡർ ചെയ്യുന്ന സമയത്ത് റിങ്ങിന്റെ സൈസ് കൂടുന്നതിനനുസരിച്ച് അസിഡിറ്റി കുറയും. റിംഗ് സൈസ് കൂടുമ്പോൾ അസിഡിറ്റി കുറയാണ് ചെയ്യുന്നത്. ഓക്കെ, സോ ഏതായിരിക്കും കൂടുതൽ അസിഡിക്? ബി ആയിരിക്കും കൂടുതൽ അസിഡിക്. ഇത് 5 മെമ്പേർഡ് റിംഗ് ആണ്, എ എന്ന് പറയുന്നത് 6 മെമ്പേർഡ് റിംഗ് ആണ്. സോ ഓർഡർ ഓഫ് അസിഡിറ്റി എന്ന് പറയുമ്പം C less than A less than B ആയിരിക്കും. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഇവിടെ നമുക്ക് അസിഡിറ്റിയുടെ ഓർഡർ ആണ് നോക്കാനുള്ളത്. അപ്പോൾ ഇതിൽ നമ്മൾ ആദ്യം ചെയ്യേണ്ടത്, നമ്മൾ നേരത്തെ പറഞ്ഞു ഇവർ തമ്മിലുള്ള ഡിഫറൻസ് ആണ് നമുക്ക് നോക്കേണ്ടത്. എല്ലാതും ഫീനോൾസ് ആണ്. ഓക്കെ, അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് ഇനി ഇവർ തമ്മിലുള്ള ഡിഫറൻസ്, ഇതിൽ രണ്ടിലും നൈട്രോ ഗ്രൂപ്പാണ് പ്രസന്റ് ആയിട്ടുള്ളത്. ഇവിടെ മെറ്റാ പൊസിഷനിലാണ് നൈട്രോ ഗ്രൂപ്പ് വരുന്നത്, ഇവിടെ പാരാ പൊസിഷനിലാണ്. ഇവിടെ ആണെങ്കിൽ നമുക്കൊരു CH3 ഗ്രൂപ്പ്, മീഥൈൽ ഗ്രൂപ്പ് പാരാ പൊസിഷനിൽ വരുന്നുണ്ട്. അപ്പോൾ മീഥൈൽ ഗ്രൂപ്പ് എന്ന് പറഞ്ഞാൽ നമുക്കറിയാം ഇറ്റ് ഇസ് ഷോയിങ് പ്ലസ് ഐ ഇഫക്റ്റ് അല്ല, റിങ്ങിലേക്ക് ഇലക്ട്രോൺ ഡെൻസിറ്റി ഡൊണേറ്റ് ചെയ്യുന്ന ആളാണ്. ബട്ട് പ്ലസ് എം ഇഫക്റ്റ് കാണിക്കാൻ പറ്റില്ല, പെയർസ് ഓഫ് ഇലക്ട്രോൺസ് അവൈലബിൾ അല്ല. ബട്ട് സ്റ്റിൽ മീഥൈൽ ഗ്രൂപ്പിന് എന്ത് ചെയ്യാം, പ്ലസ് ഐ ഇഫക്റ്റ്, ഇൻഡക്റ്റീവ് ഇഫക്റ്റ് കാണിക്കാൻ വേണ്ടി പറ്റും. നമ്മുടെ നൈട്രോ ഗ്രൂപ്പ് എടുത്തു കഴിഞ്ഞാൽ നൈട്രോ ഗ്രൂപ്പ് നമുക്കറിയാം ഇലക്ട്രോൺ വിഡ്രോയിങ് ഗ്രൂപ്പാണ്. അതുകൊണ്ട് തന്നെ ഇലക്ട്രോൺസിന് എന്ത് ചെയ്യും, തന്നിലേക്ക് വിഡ്രോ ചെയ്യാണ് ചെയ്യുന്നത്. ഇനി റിങ്ങിലുള്ള നൈട്രോ ഗ്രൂപ്പ്, നമുക്ക് ഈ ഒരു നൈട്രോ ഗ്രൂപ്പിനെ നമുക്ക് എക്സ്പാൻഡ് ചെയ്ത് എഴുതി നോക്കാം. ഇതാണ് നമ്മുടെ നൈട്രോ ഗ്രൂപ്പ് വരുന്നത്. സോ ബേസിക്കലി ഇതിലെ നൈട്രോ ഗ്രൂപ്പ് റിങ്ങിലുള്ള ഇലക്ട്രോൺസിനെ തന്നിലേക്ക് അട്രാക്ട് ചെയ്യാണ് ചെയ്യുക. അപ്പം നമ്മൾ നമ്മുടെ റെസൊണൻസ് ഇഫക്റ്റ് ആണ് നമ്മൾ കാണിക്കാൻ വേണ്ടി ശ്രമിക്കുന്നതെങ്കിൽ ഓക്കെ, നമുക്ക് എങ്ങനെ വരും, ഇത് ഇങ്ങോട്ടേക്ക് ഡിസ്പ്ലേസ്ഡ് ആവും, ഇത് ഇങ്ങോട്ടേക്ക് ഡിസ്പ്ലേസ്ഡ് ആവും. ഇനി അടുത്ത സ്റ്റെപ്പിൽ ഈ ഒരു ഗ്രൂപ്പിനെ ഇൻവോൾവ് ചെയ്യാൻ പറ്റില്ല, കാരണം ഈ പെയർ ഓഫ് ഇലക്ട്രോൺസ് ഇങ്ങോട്ടേക്കാണ് പോകുന്നത്. ഓക്കെ, ഇനി നമ്മുടെ പാരാ പൊസിഷനിലാണ് നൈട്രോ ഗ്രൂപ്പ് വരുന്നതെങ്കിൽ, സപ്പോസ് നമ്മുടെ ഇലക്ട്രോൺസ് ഇങ്ങനെയാണ് പോകുന്നതെന്ന് വിചാരിക്കാം. ഓക്കെ, സോ ഈ പെയർ ഓഫ് ഇലക്ട്രോൺസിന് ആക്ച്വലി എന്ത് ചെയ്യാൻ പറ്റും, നൈട്രോ ഗ്രൂപ്പിലേക്ക് വരാൻ വേണ്ടി പറ്റും. സോ പാരാ പൊസിഷനിലും ഓർത്തോ പൊസിഷനിലും, നമ്മളിപ്പോൾ ഇനി ഓർത്തോ നിങ്ങൾ വരച്ചു നോക്കിയാൽ മനസ്സിലാവും, പാരാ പൊസിഷനിലും ഓർത്തോ പൊസിഷനിലും ഇവിടെ എന്തുണ്ട്, നൈട്രോ ഗ്രൂപ്പിന് -m ഇഫക്റ്റ് കാണിക്കാൻ വേണ്ടി പറ്റും. ഓക്കെ, പാരാ പൊസിഷനിലും ഓർത്തോ പൊസിഷനിലും -m ഇഫക്റ്റ് കാണിക്കാൻ പറ്റും. ബട്ട് മെറ്റാ പൊസിഷനിൽ -m ഇഫക്റ്റ് കാണിക്കില്ല. അപ്പോൾ നിങ്ങൾക്ക് ഒരു കാര്യം ഇവിടെ വ്യക്തമാണ്, അതായത് ഈ ഒരു കേസിൽ ഇവിടെ നൈട്രോ ഗ്രൂപ്പ് ഉണ്ടെങ്കിലും കൂടി -m ഇഫക്റ്റ് പോസിബിൾ അല്ല. ഏത് ഇഫക്റ്റേ പോസിബിൾ ആയിട്ട് വരുള്ളൂ, -i ഇഫക്റ്റേ പോസിബിൾ ആയിട്ട് വരുള്ളൂ. അതായത് ഈവൻ ദോ നമുക്ക് -m ഇഫക്റ്റ് ഇല്ലെങ്കിലും, അതായത് റെസൊണൻസ് വഴി നമുക്ക് ഇലക്ട്രോൺസിനെ പുൾ ചെയ്യാൻ പറ്റില്ലെങ്കിലും നൈട്രോ ഗ്രൂപ്പ് എന്ന് പറയുന്നത് സ്റ്റിൽ എന്താണ്, ഇലക്ട്രോൺ വിഡ്രോയിങ് ഗ്രൂപ്പ് തന്നെയാണ്. ഓക്കെ, ഇലക്ട്രോൺ വിഡ്രോയിങ് ഗ്രൂപ്പ് ആയതുകൊണ്ട് തന്നെ അതിനെന്ത് ചെയ്യാൻ പറ്റും, -i ഇഫക്റ്റ് കാണിക്കാൻ വേണ്ടി പറ്റും. ഇനി നമ്മുടെ ഈ ഒരു ഓപ്ഷൻ എടുത്തു കഴിഞ്ഞാൽ ഇവിടെ നമുക്ക് -m ഇഫക്റ്റും പോസിബിൾ ആണ്, അതേപോലെ തന്നെ -i ഇഫക്റ്റും പോസിബിൾ ആണ്. സോ ഈ ഒരു ഇലക്ട്രോൺസിന് ഇങ്ങോട്ടേക്ക് വിഡ്രോ ചെയ്യുന്നത് കൊണ്ട് തന്നെ ഈ അസിഡിക് ആയിട്ടുള്ള ഈ ഒരു ഹൈഡ്രജന് പെട്ടെന്ന് പുറത്തേക്ക് പോകാൻ വേണ്ടി പറ്റും. നമുക്ക് ഇവിടെ ഒരു കാര്യം പറയാൻ വേണ്ടി പറ്റും, ഇവിടെ +i ഇഫക്റ്റ് ആയതുകൊണ്ട് തന്നെ റിങ്ങിലേക്കാണ് ഇലക്ട്രോൺസിനെ കൊടുക്കുന്നത്, അതുകൊണ്ട് തന്നെ ഇവിടുത്തെ അസിഡിറ്റി ഏറ്റവും കുറവായിരിക്കും. കാരണം നമുക്ക് ഈ H+ പെട്ടെന്ന് റിമൂവ് ചെയ്യാൻ പറ്റില്ല. ഓക്സിജന്റെ ഇലക്ട്രോൺസിനെ എത്രമാത്രം പുൾ ചെയ്യുന്നോ അത്രയും നമുക്ക് അസിഡിക് ആണെന്ന് നമുക്ക് പറയാൻ വേണ്ടി പറ്റും. അതേസമയം ഇവിടെ CH3 ഗ്രൂപ്പ് ആയതുകൊണ്ട് തന്നെ അത്രയും എഫക്റ്റീവ് പുള്ള് നടക്കുന്നില്ല. അതുകൊണ്ട് നമുക്ക് ഏറ്റവും അസിഡിറ്റി കുറവായിട്ടുള്ളത് B ആയിരിക്കും.
ഓക്കെ, ഇനി എയും ബിയും കമ്പയർ ചെയ്ത് കഴിഞ്ഞാൽ ഒബ്വിയസ്ലി എക്കാണ്, എക്ക് പ്രത്യേകിച്ച് എഫക്റ്റ് ഒന്നും വരുന്നില്ല. ഇനി അടുത്ത് നമുക്ക് നോക്കേണ്ടത് -i -m ഇഫക്റ്റ്. അപ്പോൾ ഇതിൽ നമുക്ക് അറിയാം ഇവിടെ -m ഇഫക്റ്റും കൂടി പോസിബിൾ ആണ്, വിച്ച് ഇസ് മോർ പ്രൊണൗൺസ്ഡ് ദാൻ ഇൻഡക്റ്റീവ് ഇഫക്റ്റ്. ഇൻഡക്റ്റീവ് ഇഫക്റ്റും മീസോമറിക് ഇഫക്റ്റും നമ്മൾ കമ്പയർ ചെയ്യുന്ന സമയത്ത് മീസോമറിക് ഇഫക്റ്റിനാണ് കൂടുതൽ പ്രയോറിറ്റി കൊടുക്കേണ്ടത് അല്ലേ. അതുകൊണ്ട് തന്നെ നമുക്ക് എന്ത് പറയാൻ പറ്റും, സി ആയിരിക്കും ദെൻ വരുന്നത് അസിഡിറ്റി ഓർഡറിൽ, ദെൻ ഡി. ഓക്കെ, സോ ബി എ സി ഡി അതാണ് ഓർഡർ വരുന്നത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, വിച്ച് ഓഫ് ദി ഫോളോയിങ് ഇൻകറന്റ്ലി റെപ്രസെന്റ് ദി അസിഡിക് സ്ട്രെങ്ത് ഓഫ് ഗിവൺ ആസിഡ്സ്. അപ്പോൾ ഇതിൽ 4 ഓപ്ഷൻസിലും ഡിഫറെന്റ് ആസിഡ്സ് ആണ് തന്നിട്ടുള്ളത്, അതിൽ ഏതാണ് ഇൻകറക്റ്റ് ആയിട്ട് വന്നിട്ടുള്ളത് എന്നാണ് നമ്മളോട് ചോദിക്കുന്നത്. ഓക്കെ, സോ ഫസ്റ്റ് കേസിൽ Cl3CH ഗ്രേറ്റർ ദാൻ F3CH. ഓക്കെ, സോ നമ്മൾ പെട്ടെന്ന് വിചാരിക്കുമ്പം ഇത് തെറ്റാണ്, നമുക്ക് ഈ ഒരു ഓർഡർ തെറ്റാണ്, ഓപ്ഷൻ എ ആണെന്ന് മാർക്ക് ചെയ്യും. ബട്ട് അങ്ങനെയല്ല. ഓക്കെ, എന്താണ് കാരണം നോക്കാം. ആദ്യം നമുക്ക് ഈ ഹൈഡ്രജനെ റിമൂവ് ചെയ്ത് നോക്കാം. അപ്പം ഐദർ ഓഫ് ദി കേസിൽ നമുക്ക് കിട്ടുന്നത് ഒരു കാർബാനിയോൺ ആണ് കിട്ടുന്നത്, എഫ് എഫ് എഫ്. ഇലക്ട്രോനെഗറ്റിവിറ്റി നോക്കുന്ന സമയത്ത് ഫ്ലൂറിൻ ആണ് ക്ലോറിനേക്കാളും ഇലക്ട്രോനെഗറ്റീവ്. അതുകൊണ്ട് തന്നെ നമ്മൾ വിചാരിക്കും ഇതായിരിക്കും കൂടുതൽ സ്റ്റേബിൾ, ഈ നെഗറ്റീവ് ചാർജിനെ നന്നായിട്ട് സ്റ്റെബിലൈസ് ചെയ്യാൻ പറ്റുമെന്ന് വിചാരിക്കും. ബട്ട് ആക്ച്വലി എന്താ സംഭവിക്കുന്നതെന്ന് വെച്ചാൽ നമ്മുടെ ക്ലോറിൻ്റെ അകത്തുള്ള ഫ്രീ ആയിട്ടുള്ള ഡി ഓർബിറ്റൽസ് പ്രസൻ്റ് ആണ്. ഓക്കെ, സോ ക്ലോറിൻ്റെ ഡി ഓർബിറ്റലിലേക്ക് ഈ ഒരു ഇലക്ട്രോണിന് ഡൊണേറ്റ് ചെയ്യാൻ പറ്റും. അതേസമയം ഫ്ലൂറിൻ എന്തില്ല, ഡി ഓർബിറ്റൽ ഇല്ല, ആകെ കൂടി പി ഓർബിറ്റൽസ് മാത്രമേ അവൈലബിൾ ആയിട്ടുള്ളൂ. ഓക്കെ, അതും എം ടി ആയിട്ടുള്ള പി ഓർബിറ്റൽ അവൈലബിൾ അല്ല. അപ്പോൾ ഇവിടെ എം ടി ഡി ഓർബിറ്റൽ അവൈലബിൾ ആയതുകൊണ്ട് നമ്മുടെ ക്ലോറിൻ വരുന്ന ആനോൺ ആയിരിക്കും കൂടുതൽ സ്റ്റെബിലൈസ്ഡ് ആയിട്ടുണ്ടാവുക. അപ്പോൾ ഈ ഒരു ഓപ്ഷൻ നമുക്ക് മാർക്ക് ചെയ്യാൻ പറ്റില്ല, ഇത് കറക്റ്റാണ്, ഈ ഒരു ഓർഡർ തന്നിട്ടുള്ളത് കറക്റ്റാണ്. ഇനി നമ്മുടെ എഥനോയിക് ആസിഡും എഥനോളും എടുത്തു കഴിഞ്ഞാൽ ഒബ്വിയസ്ലി നമുക്കറിയാം CH3COH ആണ് കൂടുതൽ സ്റ്റെബിലൈസ്ഡ് ആയിട്ടുള്ളത്. ഇതാണ് നമ്മുടെ ആനിയോൺ വരുന്നത്. ഇതിനെ സ്റ്റെബിലൈസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇവിടെ എന്തുണ്ട്, C ഡബിൾ ബോണ്ടോ ഗ്രൂപ്പ് ഉണ്ട്. ഓപ്ഷൻ സി എടുത്തു കഴിഞ്ഞാൽ ഇവിടെ പറയുന്നത് വാട്ടർ ഈസ് മോർ അസിഡിക് ദാൻ മെഥനോൾ. ഇത് ആക്ച്വലി റോങ് ആയിട്ടുള്ള സ്റ്റേറ്റ്മെന്റ് ആണ്. സോ ഓപ്ഷൻ സി ആണ് നമ്മുടെ കറക്റ്റ് ആൻസർ. ഇൻകറക്റ്റ്ലി റെപ്രസെന്റ് ചെയ്യുന്നത് ഇതാണ്. ആക്ച്വലി അസിഡിറ്റി വരുന്നത് വാട്ടർ ഇസ് ലെസ് അസിഡിക് ദാൻ മെഥനോൾ. ഓക്കെ, വാട്ടറിന്റെ അസിഡിറ്റി ആണ് മെഥനോളിനേക്കാളും കുറവ് വരുന്നത്. അതേസമയം നമ്മൾ എഥനോൾ എടുത്തു കഴിഞ്ഞാൽ വാട്ടറിന്റെ അസിഡിറ്റി ആണ് എഥനോളിനേക്കാളും കൂടുതൽ വരുന്നത്. ഓക്കെ, ഇത് ഓർത്ത് വെക്കുക. അപ്പോൾ നമ്മുടെ ഓർഡറിൽ നമുക്ക് ഇവിടെ കാണാം എഥനോളിനാണ് അസിഡിറ്റി കുറവ് വരുന്നത്, ബട്ട് മെഥനോളിനാണ് വാട്ടറിനേക്കാളും അസിഡിറ്റി കൂടുതൽ വരുന്നത്. സോ ഈ ഒരു കാര്യം ഓർത്ത് വെക്കുക. ഓക്കെ, സോ ദിസ് ഈസ് ദി കറക്റ്റ് ആൻസർ. ഇനി നമുക്ക് നോക്കാം, ഇവിടെ നൈട്രോഫിനോളും ഫിനോളും ആണ് നമ്മൾ ഓൾറെഡി കണ്ടു. നൈട്രോഫിനോളിൽ നമുക്ക് നൈട്രജന് -m ഇഫക്റ്റും അതേപോലെ തന്നെ -i ഇഫക്റ്റും കാണിക്കാൻ വേണ്ടി പറ്റും. അതുകൊണ്ട് തന്നെ ഇതായിരിക്കും കൂടുതൽ അസിഡിക്. ഓക്കെ, സോ ഓപ്ഷൻ സി ആണ് കറക്റ്റ് ആൻസർ. അടുത്തത്, റാങ്ക് ദി അറ്റാച്ച്ഡ് ഹൈഡ്രജൻ ആറ്റംസ് ഇൻ ഓർഡർ ഫ്രം മോസ്റ്റ് അസിഡിക് ടു ലീസ്റ്റ് അസിഡിക്. ഇവിടെ കൊടുത്തിരിക്കുന്ന 3 ഹൈഡ്രജൻസിലെ അസിഡിറ്റിന്റെ ഓർഡർ ആണ് ചോദിച്ചിട്ടുള്ളത്. ഇതാണ് നമ്മുടെ സ്ട്രക്ചർ വരുന്നത്. ആദ്യം നമുക്ക് ഫസ്റ്റ് ഹൈഡ്രജൻ നോക്കാം. ഫസ്റ്റ് ഹൈഡ്രജന്റെ കേസിൽ ഹൈഡ്രജൻ റിമൂവ് ചെയ്ത് ഇവിടെ ഒരു നെഗറ്റീവ് ചാർജ് വരും. ഈ നെഗറ്റീവ് ചാർജിനെ സ്റ്റെബിലൈസ് ചെയ്യാൻ വേണ്ടിയിട്ട് എന്തുണ്ട്, ഇവിടെ ഒരു ഡബിൾ ബോണ്ടോ പ്രസന്റ് ആണ്. ഓക്കെ, ഇനി സോ ദിസ് ഇസ് 1. ഇനി നമുക്ക് സെക്കൻഡ് ഹൈഡ്രജൻ നോക്കാം. സോ ഹിയർ ഇവിടെ ഒരു നെഗറ്റീവ് ചാർജ് വരുന്നുണ്ടെങ്കിൽ ഇവിടെ ഇതിനെ സ്റ്റെബിലൈസ് ചെയ്യാൻ വേണ്ടിയിട്ട് 2 C ഡബിൾ ബോണ്ടോ ഗ്രൂപ്പ് ഉണ്ട് അല്ലേ, 2 C ഡബിൾ ബോണ്ടോ ഗ്രൂപ്പ് ഉണ്ട്. അതുകൊണ്ട് തന്നെ നമുക്ക് പറയാം സെക്കൻഡ് വൺ ഇസ് മോർ അസിഡിക് ദാൻ ഫസ്റ്റ് വൺ. ഓക്കെ, ഇനി നമുക്ക് തേർഡ് വൺ എടുത്ത് നോക്കാം. ഇവിടെ ഒരു നെഗറ്റീവ് ചാർജ് വന്നു കഴിഞ്ഞാൽ നമുക്ക് പ്രത്യേകിച്ച് എന്താ ഒന്നുമില്ല അല്ലേ, ഇവിടെ നമുക്ക് റെസൊണൻസ് വഴി സ്റ്റെബിലിറ്റി കിട്ടില്ല. ഓക്കെ, ഇവിടെ നമുക്ക് റെസൊണൻസ് വഴി സ്റ്റെബിലിറ്റി പോസിബിൾ അല്ല. ബട്ട് ഇവിടെ എന്തുണ്ട്, ഓക്സിജൻ ഗ്രൂപ്പും ഇവിടെ ഇങ്ങനെ ഒരു ഗ്രൂപ്പ് പ്രസന്റ് ആണ്. ഓക്സിജന് -i ഇഫക്റ്റ് കാണിക്കാൻ വേണ്ടി പറ്റും. ബട്ട് നമ്മൾ റെസൊണൻസ് ഇഫക്റ്റിനാണ് എപ്പോഴും ഇൻഡക്റ്റീവ് ഇഫക്റ്റിനേക്കാളും പ്രയോറിറ്റി കൊടുക്കേണ്ടത്. സോ തേർഡ് വണ്ണിൻ്റെ കേസിൽ റെസൊണൻസ് സ്റ്റെബിലൈസേഷൻ പോസിബിൾ അല്ലാത്തതുകൊണ്ട് അതായിരിക്കും ലീസ്റ്റ് അസിഡിക് ആയിട്ട് വരുന്നത്. സോ 2 ഗ്രേറ്റർ ദാൻ 1 ഗ്രേറ്റർ ദാൻ 3 അതാണ് ഓർഡർ വരിക. ഇനി വരുന്ന 4 പ്രോബ്ലംസ് നമുക്ക് സിമിലർ ആയിട്ടുള്ളതാണ്, ബട്ട് ഡിഫറെൻറ്റ് കാര്യങ്ങൾ ഇവിടെ വരുന്നുണ്ട്. ഓക്കെ, ഇതിൽ ഫീനോളിൻ്റെ കേസിൽ നമ്മളൊരു ഇലക്ട്രോൺ റിലീസിങ് ഗ്രൂപ്പ് OCH3 ഗ്രൂപ്പാണ് കൊടുത്തിട്ടുള്ളത്. അടുത്തതിൽ നമ്മൾ NO2 ഗ്രൂപ്പാണ് കൊടുത്തിട്ടുള്ളത്. നെക്സ്റ്റ് വരുന്നത് നമ്മുടെ ബെൻസോയിക് ആസിഡ് ആണ്, അതിൽ ഇലക്ട്രോൺ റിലീസിങ് ഗ്രൂപ്പ്, ദെൻ ബെൻസോയിക് ആസിഡിൽ ഇലക്ട്രോൺ വിഡ്രോയിങ് ഗ്രൂപ്പ്. ഈ ഒരു 4 കേസാണ് നമ്മൾ അടുത്ത പ്രോബ്ലത്തിലായിട്ട് നോക്കുന്നത്. ഓക്കെ, അപ്പോൾ അത് തമ്മിലുള്ള ഡിഫറൻസ് കറക്റ്റ് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ് നമ്മളിങ്ങനെ കൊടുത്തിട്ടുള്ളത്.
ഓക്കെ, ഇനി ഈ ഒരു പ്രോബ്ലം നമുക്ക് നോക്കാം. ഇവിടെ നിങ്ങൾക്ക് കാണാൻ വേണ്ടി പറ്റും OCH3 ഗ്രൂപ്പാണ്. OCH3 എന്ന് പറയുന്നത് ബേസിക്കലി നമ്മൾ നേരത്തെ കണ്ടു, നമുക്ക് ഓർത്തോ പാരാ പൊസിഷനിൽ ഗ്രൂപ്പ്സ് വരുന്നുണ്ടെങ്കിൽ അതിനെന്ത് ചെയ്യാൻ പറ്റും, മീസോമറിക് എഫക്റ്റ് അല്ലെങ്കിൽ റെസൊണൻസ് എഫക്റ്റ് കാണിക്കാൻ വേണ്ടി പറ്റും. അതേസമയം നമ്മുടെ മെറ്റാ പൊസിഷനിലാണ് വരുന്നതെങ്കിൽ എന്ത് കാണിക്കാൻ പറ്റില്ല, റെസൊണൻസ് എഫക്റ്റ് കാണിക്കാൻ വേണ്ടി പറ്റില്ല. അപ്പോൾ OCH3 എന്ന് പറയുന്നത് ഒരു ഇലക്ട്രോൺ ഡൊണേറ്റിംഗ് ഗ്രൂപ്പായിട്ട് നമുക്ക് റെസൊണൻസ് എഫക്റ്റിൽ വരും അല്ലേ. ഇവിടെ പെയർ ഓഫ് ഇലക്ട്രോൺസ് നമുക്ക് റിങ്ങിലേക്ക് ഡൊണേറ്റ് ചെയ്യാൻ പറ്റും. അപ്പോൾ ഓർത്തോ പാരാ പൊസിഷനിൽ വരുന്ന സമയത്ത് പ്ലസ് സം ഇഫക്റ്റ് ആണ് കാണിക്കുന്നത്. അതേസമയം OCH3 എന്ന് പറയുന്നത് പ്ലസ് ഇൻഡക്റ്റീവ് ഇഫക്റ്റിൽ വരുമ്പോഴേക്കും മൈനസ് ഐ ഇഫക്റ്റ് ആണ് കാണിക്കുക. കാരണം എന്താ, ഓക്സിജൻ എന്ന് പറയുന്നത് ഇലക്ട്രോ നെഗറ്റീവ് ആയതുകൊണ്ട് നമുക്ക് ഓക്സിജൻ ഇലക്ട്രോൺസിനെ പുള്ള് ചെയ്യുക. സോ ഇൻഡക്റ്റീവ് ഇഫക്റ്റിലേക്ക് വരുമ്പോൾ മൈനസ് ഐ ഇഫക്റ്റും അതേസമയം റെസൊണൻസ് ഇഫക്റ്റിലേക്ക് വരുമ്പം പ്ലസ് സം ഇഫക്റ്റും ആണ് കാണിക്കുക. അത് ഓർത്തോ പാരാ പൊസിഷനിലാണ്. ഇനി മെറ്റാ പൊസിഷനിൽ വരുമ്പോൾ നമ്മൾ കണ്ടു, മെറ്റാ പൊസിഷനിലാണെങ്കിൽ OCH3ക്ക് ഡയറക്റ്റ്ലി ഇൻവോൾവ് ചെയ്യാൻ പറ്റില്ല. അതുകൊണ്ട് തന്നെ മെറ്റാ പൊസിഷന്റെ കേസിൽ വെറും മൈനസ് ഐ ഇഫക്റ്റ് മാത്രമേ പോസിബിൾ ആവുള്ളൂ. ഓക്കെ, സോ ഓർത്തോ പാരാ പൊസിഷനിലാകുമ്പോൾ OCH3ക്ക് എന്ത് ചെയ്യാൻ പറ്റും, റിങ്ങിലോട്ട് ഇൻവോൾവ് ആകാൻ പറ്റും. അതുകൊണ്ട് തന്നെ പ്ലസ് സം ഇഫക്റ്റ്, റെസൊണൻസ് ഇഫക്റ്റ് ഇലക്ട്രോൺസിനെ ഡൊണേറ്റ് ചെയ്തുകൊണ്ട് കാണിക്കാൻ വേണ്ടി പറ്റും. അതേസമയം മൈനസ് ഐ ഇഫക്റ്റ് സ്റ്റിൽ അവിടെ ഉണ്ട്. ഓക്കെ, ഇപ്പോൾ പ്ലസ് സം ഇഫക്റ്റ് ഉണ്ട് എന്ന് വിചാരിച്ചിട്ട് മൈനസ് ഐ ഇഫക്റ്റ് ഇല്ല എന്ന് നിങ്ങൾ വിചാരിക്കരുത്. ഓക്കെ, രണ്ടും ഒരേ സമയം കാണിക്കാൻ വേണ്ടി പറ്റും. ബട്ട് മോർ പ്രൊണൗൺസ്ഡ്, നമ്മൾ എപ്പോഴും പ്രയോറിറ്റി കൊടുക്കേണ്ടത് ആർക്കാണ്, റെസൊണൻസ് ഇഫക്റ്റ് അല്ലെങ്കിൽ മീസോമറിക് ഇഫക്റ്റിനാണ് പ്രയോറിറ്റി കൊടുക്കേണ്ടത്. അത് മനസ്സിൽ വെക്കുക. ഓക്കെ, ഇനി നമുക്ക് ഓരോന്നായിട്ട് ചെയ്ത് നോക്കാം. അപ്പോൾ ഇവിടെ ഡിഫറൻസ് വരുന്നത് ഓർത്തോ, മെറ്റാ, പാര. സോ ഈ ഒരു കേസിൽ നമുക്ക് കാണാം ഇവിടെ പ്ലസ് സം ഇഫക്റ്റ് പോസിബിൾ ആണ്, അതേപോലെ തന്നെ മൈനസ് ഐ ഇഫക്റ്റും പോസിബിൾ ആണ്. ഇനി ഇതിൽ നോക്കൂ, ഇവിടെ മെറ്റാ പൊസിഷൻ ആയതുകൊണ്ട് നമ്മൾ പറഞ്ഞു പ്ലസ് സം ഇഫക്റ്റ് പോസിബിൾ അല്ല, ഓൺലി മൈനസ് ഐ. ഹിയർ ഓൾസോ നമുക്ക് പ്ലസ് സം ഇഫക്റ്റും പോസിബിൾ ആണ്, അതേപോലെ തന്നെ മൈനസ് ഐ ഇഫക്റ്റും പോസിബിൾ ആണ്. ഇനി നമ്മൾ പറഞ്ഞിട്ടുണ്ട് പ്ലസ് സം ഇഫക്റ്റ് ആണെങ്കിൽ ഇപ്പം നമ്മൾ റിങ്ങിലോട്ട് ഇലക്ട്രോൺസിനെ കൊടുക്കുന്നുണ്ടെങ്കിൽ ഇലക്ട്രോൺ റിച്ച് ആയി മാറും. അതുകൊണ്ട് തന്നെ ഈ ഒരു ഹൈഡ്രജൻ എന്ന് പറയുന്നത് അസിഡിറ്റി കുറയും. സോ ഇനി ബിയും ഡിയും നമുക്ക് കമ്പയർ ചെയ്ത് നോക്കാം. ബിയും ഡിയും കമ്പയർ ചെയ്യുന്ന സമയത്ത് ഇൻഡക്റ്റീവ് ഇഫക്റ്റ്, അതായത് നമ്മുടെ മൈനസ് ഐ ഇഫക്റ്റ് ഏതിലായിരിക്കും കൂടുതൽ വരിക, ബിക്കായിരിക്കും കൂടുതൽ വരിക. സോ ഇൻഡക്റ്റീവ് ഇഫക്റ്റ് മൈനസ് ഐ ഇഫക്റ്റ് എന്ന് പറയുന്നത് ഡിസ്റ്റൻസ് ഡിപ്പെൻഡന്റ് ആണ്. ഓക്കെ, ഡിസ്റ്റൻസ് ഡിപ്പെൻഡന്റ് ആയതുകൊണ്ട് തന്നെ ഇൻഡക്റ്റീവ് ഇഫക്റ്റ് കൂടുതൽ കാണിക്കുന്നത് ഓർത്തോ പൊസിഷനിലുള്ള OCH3 ആയിരിക്കും. സോ ബിന്റെ അസിഡിറ്റി ആണ് ഡിനെക്കാളും കൂടുതൽ. അസിഡിറ്റിന്റെ ഓർഡർ വരിക ബി ഈസ് ഗ്രേറ്റർ ദാൻ ഡി. രണ്ടിലും പ്ലസ് സം ഇഫക്റ്റ് കോമൺ ആണ്. റെസൊണൻസ് എന്ന് പറയുന്നത് ഡിസ്റ്റൻസ് ഇൻഡിപെൻഡന്റ് ആണ്, ഡിസ്റ്റൻസ് ഇൻഡിപെൻഡന്റ്. ഓക്കെ, സോ ഓർത്തോ പൊസിഷനിലാണെങ്കിലും മെറ്റാ പൊസിഷനിലാണെങ്കിലും പാരയിലാണെങ്കിലും നമുക്ക് പ്രത്യേകിച്ച് കുഴപ്പമൊന്നുമില്ല, എല്ലായിടത്തും ഒരേപോലെ തന്നെയായിരിക്കും ഉണ്ടാവുക. പക്ഷെ ഇവിടെ മെറ്റയിൽ കാണിക്കുന്നില്ല. അപ്പോൾ ഓർത്തോം പാരവും കമ്പയർ ചെയ്യുന്ന സമയത്ത് രണ്ടിലും പ്ലസ് സം ഇഫക്റ്റ് കോമൺ ആണ്. അതിന്റെ ഡിസ്റ്റൻസുമായിട്ട് പ്രത്യേകിച്ച് ബന്ധമൊന്നും ഇല്ലാത്തതുകൊണ്ട് നമ്മൾ ആ ഒരു കാര്യം വെച്ച് കമ്പയർ ചെയ്യുന്നില്ല. പകരം നമ്മൾ കമ്പയർ ചെയ്യുന്നത് മൈനസ് ഐ ഇഫക്റ്റ് വെച്ചിട്ടാണ്. മൈനസ് ഐ ഇഫക്റ്റ് ഓഫ് ബി ഈസ് ഗ്രേറ്റർ ദാൻ ഡി. അതുകൊണ്ട് തന്നെ ഇവിടുത്തെ ഹൈഡ്രജൻ ആയിരിക്കും മോർ അസിഡിക് ആയിട്ട് വരുന്നത്. ക്ലിയർ ആണെന്ന് വിചാരിക്കുന്നു. ഇനി നമ്മൾ എയും സിയും കമ്പയർ ചെയ്ത് കഴിഞ്ഞാൽ എയിൽ പ്രത്യേകിച്ച് ഒന്നുമില്ല, ബട്ട് സിയിൽ എന്തുണ്ട്, മൈനസ് ഐ ഇഫക്റ്റ് പോസിബിൾ ആണ്. സോ മൈനസ് ഐ ഇഫക്റ്റ് പോസിബിൾ ആയതുകൊണ്ട് തന്നെ എന്ത് ചെയ്യും, ഇവിടുത്തെ ഹൈഡ്രജനെ പുള്ള് ചെയ്യും, ഇവിടുത്തെ ഇലക്ട്രോൺ ഡെൻസിറ്റി OCH3 പുള്ള് ചെയ്യും. അപ്പോൾ ഹൈഡ്രജന് പെട്ടെന്ന് പുറത്തു പോകാൻ വേണ്ടി പറ്റും. അപ്പം നിങ്ങളൊരു കാര്യം ശ്രദ്ധിക്കണം, ഇവിടെ നിങ്ങൾ റെസൊണൻസ് ഇഫക്റ്റ് ഉണ്ടെന്ന് വിചാരിച്ചിട്ട് എന്ത് ചെയ്യാൻ പാടില്ല, അസിഡിറ്റിന്റെ ഓർഡർ അങ്ങനെ നോക്കാൻ പാടില്ല. കാരണം ഇവിടുത്തത് പ്ലസ് സം ഇഫക്റ്റ് ആണ്. പ്ലസ് സം എന്ന് പറയുന്നത് ഡീസ്റ്റെബിലൈസ് ചെയ്യുകയാണ് ചെയ്യുന്നത്, നമ്മുടെ റിങ്ങിലേക്ക് കൂടുതൽ ഇലക്ട്രോൺസിന് കൊടുക്കുകയാണ് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ അസിഡിറ്റി കുറയാണ് ചെയ്യുന്നത്. അതേസമയം നമ്മൾ അവിടെ പ്ലസ് സം ഇഫക്റ്റ് ആണ് മോർ പ്രൊണൗൺസ്ഡ് ആയിട്ടുള്ളത്. സോ പ്ലസ് സം ഇഫക്റ്റ് ഇല്ലാത്ത ആൾക്കാർക്കായിരിക്കും കൂടുതൽ അസിഡിറ്റി വരിക. ഓക്കെ, സോ ഇവിടെ ഏറ്റവും കൂടുതൽ അസിഡിക് ആയിട്ട് ആരാണ് വരുന്നത്, സി ആയിരിക്കും വരുന്നത്, ഗ്രേറ്റർ ദാൻ സി, എ, ബി, ഡി. ഇനി അടുത്ത കേസിൽ നമുക്ക് OCH3ക്ക് പകരം NO2 ഗ്രൂപ്പാണ് വന്നിട്ടുള്ളത്. ഇവിടെ എന്തുണ്ടാവും, ഓർത്തോ പൊസിഷനിൽ നൈട്രജൻ വരുമ്പോൾ മൈനസ് എം ഇഫക്റ്റും വരും, അതേപോലെ മൈനസ് ഐ ഇഫക്റ്റും വരും. ഇനി മെറ്റാ പൊസിഷനിലാണെങ്കിൽ നമുക്ക് മീസോമറിക് ഇഫക്റ്റ് ഇല്ല, അതുകൊണ്ട് വെറും മൈനസ് ഐ മാത്രമേ വരുള്ളൂ. ഹിയർ പാരാ പൊസിഷനിലാണെങ്കിലോ മൈനസ് എമ്മും വരും, മൈനസ് ഐയും വരും. മൈനസ് എം ഇഫക്റ്റ് എന്ന് പറയുന്നത് ഇവിടെ സ്റ്റെബിലൈസിങ് ആണ്. ഓക്സിജന്റെ മേലെ നെഗറ്റീവ് ചാർജ് വരുമ്പോൾ അതിനെ സ്റ്റെബിലൈസ് ചെയ്യാൻ വേണ്ടി പറ്റും. ഓക്കെ, ആദ്യം നമുക്ക് മീസോമറിക് ഇഫക്റ്റ് കാണിക്കുന്ന രണ്ടുപേരെ നമ്മൾ കമ്പയർ ചെയ്ത് നോക്കാം. ഇവർ രണ്ടും കമ്പയർ ചെയ്യുന്ന സമയത്ത് മീസോമറിക് ഇഫക്റ്റ് സെയിം ആണ്, ഡിസ്റ്റൻസ് ഇൻഡിപെൻഡന്റ് ആണ് മീസോമറിക് ഇഫക്റ്റ്. ഇനി ഇൻഡക്റ്റീവ് ഇഫക്റ്റ് ആണെങ്കിലോ ഇവിടുത്തെ ഇൻഡക്റ്റീവ് ഇഫക്റ്റ് ആയിരിക്കും കൂടുതൽ, ബിക്കായിരിക്കും ഡിനെക്കാളും ഇൻഡക്റ്റീവ് ഇഫക്റ്റ് കൂടുതൽ. ഓക്കെ, ഇനി ഇവിടെ മൈനസ് ഐ ഇഫക്റ്റ് മാത്രമേ ഉള്ളൂ, അപ്പോൾ അയാൾക്കായിരിക്കും
അടുത്തത് വരിക. ദെൻ എയിൽ ഒന്നുമില്ല, മൈനസ് എമ്മും ഇല്ല, മൈനസ് ഐയും ഇല്ല. സോ ഹിയർ ഓർഡർ വരുന്നത് ബി ഡി സി എ. സോ ഇങ്ങനെയാണ് നിങ്ങൾ വിചാരിക്കുന്നതെങ്കിൽ തെറ്റാണ്. കാരണം നമ്മൾ ഈ ബിയും ഡിയും കൺസിഡർ ചെയ്യുന്ന സമയത്ത് ഇത് ഓക്കെയാണ്, സി ഗ്രേറ്റർ ദാൻ എ തന്നെയാണ്. അതേസമയം ബിയും ഡിയും കൺസിഡർ ചെയ്യുന്ന സമയത്ത് നമുക്ക് നോക്കാം. ഇപ്പം ബിയുടെ കേസിൽ നമ്മുടെ ഓർത്തോ നൈട്രോഫിനോൾ ആണ് ബി എന്ന് പറയുന്നത്. ഓക്കെ, നമുക്ക് ഇങ്ങനെ വരച്ച് കാണിക്കാം. ഓൾറൈറ്റ്, അപ്പോൾ ഇതിൽ ഈ ഒരു ഹൈഡ്രജനും ഇതിൻ്റെ അകത്തുള്ള ഓക്സിജനും തമ്മിൽ ഹൈഡ്രജൻ ബോണ്ടിങ് പോസിബിൾ ആണ്. ഓക്കെ, സോ നിങ്ങൾക്ക് ഇവിടെ സ്വാഭാവികമായിട്ട് ഒരു ഡൗട്ട് വരാൻ ചാൻസ് ഉണ്ട്. അതായത് നമുക്ക് വേണമെങ്കിൽ നൈട്രജനുമായിട്ടും ബോണ്ട് ആക്കാമല്ലോ. അതായത് ഈ ഹൈഡ്രജനും ഇവിടുത്തെ നൈട്രജനും തമ്മിലും ഹൈഡ്രജൻ ബോണ്ടിങ് പോസിബിൾ ആണ്. പക്ഷേ നമ്മൾ അങ്ങനെ ചെയ്യുന്ന സമയത്ത് നമുക്ക് കിട്ടുന്നത് 1 2 3 4 5 ഒരു 5 മെമ്പേർഡ് റിംഗ് ആണ് കിട്ടുന്നത്. അതേസമയം നമ്മുടെ ഓക്സിജനുമായിട്ടാണ് നമ്മൾ ബോണ്ടിങ് നടത്തുന്നതെങ്കിൽ ഇവിടെ നമുക്ക് കിട്ടുന്നത് ഒരു 6 മെമ്പേർഡ് റിംഗ് ആണ്. അപ്പോൾ ഓർത്തിരിക്കുക, ഹൈഡ്രജൻ ബോണ്ടിങ് എന്ന് പറയുന്നത് ഇറ്റ് ഈസ് പോസിബിൾ ഓൺലി ഇൻ 6 മെമ്പേർഡ് റിംഗ്. ഓക്കെ, 6 മെമ്പേർഡ് റിംഗ് ആണെങ്കിൽ മാത്രമേ ഹൈഡ്രജൻ ബോണ്ടിങ് പോസിബിൾ ആയിട്ട് വരുള്ളൂ. 5 മെമ്പേർഡ് റിംഗിൻ്റെ കേസിൽ ഹൈഡ്രജൻ ബോണ്ടിങ് ഉണ്ടാവില്ല. അപ്പോൾ ഇവിടെ ഹൈഡ്രജൻ ബോണ്ടിങ് ഉള്ളത് കൊണ്ട് തന്നെ ഈ ഹൈഡ്രജൻ അത്ര ഫ്രീ അല്ല. ഓക്കെ, സോ ഡി ആയിരിക്കും മോർ അസിഡിക് ദാൻ ബി. സോ കറക്റ്റ് ഓർഡർ വരുന്നത് ഡി ഗ്രേറ്റർ ദാൻ ബി ഗ്രേറ്റർ ദാൻ സി ഗ്രേറ്റർ ദാൻ എ. ഇതാണ് ഓർഡർ ഓഫ് അസിഡിറ്റി വരുന്നത്. ഓക്കെ, സോ ഇത് ഇവിടെ ഹൈഡ്രജൻ ബോണ്ടിങ് ഒരു ഫാക്ടർ ആയിട്ട് വരുന്നുണ്ട്. നിങ്ങൾക്കൊരു ഡൗട്ട് തോന്നിയേക്കാം, നമ്മൾ നേരത്തെ OCH3 പറഞ്ഞപ്പോൾ വേണമെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം, ഇവിടെ ഇങ്ങനെ ഒരു ഹൈഡ്രജൻ ബോണ്ടിങ് പോസിബിൾ ആണല്ലോ. ഇവിടെ CH3ന്റെ സ്റ്റെറിക് ഹിൻഡ്രൻസ് കാരണം OCH3 ഗ്രൂപ്പ് ഹൈഡ്രജൻ ബോണ്ടിങ്ങിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യില്ല. അപ്പം അതും കൂടി ഒന്ന് നോട്ട് ചെയ്ത് വെക്കുക. OCH3 ഗ്രൂപ്പ് ഡസ് നോട്ട് പാർട്ടിസിപ്പേറ്റ് ഇൻ ഹൈഡ്രജൻ ബോണ്ടിങ് ഡ്യൂ ടു സ്റ്റെറിക് ഹിൻഡ്രൻസ് ഓഫ് CH3 ഗ്രൂപ്പ്. ഓക്കെ, സോ ഈ 2 ക്വസ്റ്റ്യൻസിലായിട്ട് നമ്മൾ ഒരുപാട് കാര്യങ്ങൾ പഠിച്ചു. അപ്പോൾ ഇതൊക്കെ ഒന്ന് ഡീറ്റെയിൽ ആയിട്ടൊന്ന് സ്വന്തമായിട്ടൊന്ന് അനാലിസിസ് ചെയ്ത് നോക്കുക. ഓക്കെ, എന്നിട്ട് അത് തറോ ആക്കി വെക്കണം. ഇനി നമുക്ക് അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവാം. ഇവിടെ നമ്മൾ ഫീനോളിന് പകരം നമ്മുടെ ബെൻസോയിക് ആസിഡാണ് എടുക്കുന്നത്. അതിൽ നമ്മൾ ഒരു OCH3 ഗ്രൂപ്പാണ് കൊടുക്കുന്നത്. നേരത്തെ പോലെ തന്നെ നമുക്ക് ഇവിടെയും ചെയ്യാം. അപ്പോൾ നമ്മൾ ഫസ്റ്റ് നോക്കേണ്ട കാര്യം OCH3 ഗ്രൂപ്പിന് എന്തൊക്കെയാണ് എഫക്റ്റ് വരുന്നത്. നമ്മൾ ഓൾറെഡി കണ്ടായിരുന്നു, OCH3 ഗ്രൂപ്പ് എന്ന് പറയുന്നത് +M ഇഫക്റ്റ് ആണ് കാണിക്കുന്നത്. അതേപോലെ തന്നെ -I ഇഫക്റ്റ്. ഇവിടെയാണെങ്കിൽ +M ഇഫക്റ്റ് പോസിബിൾ അല്ല, ഓൺലി -I ഇഫക്റ്റ് ആയിരിക്കും. ഇവിടെയാണെങ്കിലോ +M ഉണ്ടാവും, -I ഉണ്ടാവും. ഓക്കെ, നമ്മൾ എക്സ്പെക്ട് ചെയ്യുന്നത് എന്തായിരിക്കും, നമ്മുടെ സിക്കായിരിക്കും അസിഡിറ്റി കൂടുതൽ എന്നാണ് നമ്മൾ എക്സ്പെക്ട് ചെയ്തത്. കാരണം ഇതിൽ രണ്ടിനും +M ഇഫക്റ്റ് ആയതുകൊണ്ട് ഇലക്ട്രോൺ ഡെൻസിറ്റി കൂടും. അതുകൊണ്ട് തന്നെ നമ്മൾ എക്സ്പെക്ട് ചെയ്യുന്നത് ഈ ഒരു ഹൈഡ്രജൻ്റെ അസിഡിറ്റി കുറവായിരിക്കുന്നതാണ്. പക്ഷെ നിങ്ങൾ ഓർക്കേണ്ട വേറൊരു കാര്യമുണ്ട്. നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു, അരോമാറ്റിക് ആസിഡിൻ്റെ ഓർത്തോ പൊസിഷനിൽ ഏത് ഗ്രൂപ്പ് വന്നാലും അതിൻ്റെ അസിഡിറ്റി എന്തായിരിക്കും, കൂടുതലായിരിക്കും. അപ്പം നമുക്ക് പറയാൻ വേണ്ടി പറ്റും ഏറ്റവും കൂടുതൽ അസിഡിക് ആരാണ്, എ ആണ്. എ എന്ന് പറയുന്നത് ഇവിടെ +M ഇഫക്റ്റ് ഉണ്ടായെങ്കിലും കൂടി നമ്മൾ എന്താ പറയുന്നത്, ഓർത്തോ ഇഫക്റ്റ് കാരണം എന്റെ അസിഡിറ്റി ആയിരിക്കും ഏറ്റവും കൂടുതൽ. ഇനി ബിയും സിയും ഡിയും കമ്പയർ ചെയ്യുന്ന സമയത്ത് ഇവിടെ +M ഇഫക്റ്റ് ഉണ്ട്, വിച്ച് ഇസ് ഡീസ്റ്റെബിലൈസിങ് ആണ്. അതുകൊണ്ട് തന്നെ ലീസ്റ്റ് അസിഡിക് ആരായിരിക്കും, ഡി ആയിരിക്കും ലീസ്റ്റ് അസിഡിക്. ഇനി ബിയും സിയും കമ്പയർ ചെയ്യുന്ന സമയത്ത് ഇവിടെ -I ഇഫക്റ്റ് ആണുള്ളത്. അതുകൊണ്ട് തന്നെ സിക്കായിരിക്കും കൂടുതൽ അസിഡിറ്റി, ദെൻ ബി ആയിരിക്കും വരുന്നത്. സോ എ സി ബി ഡി, ഇതാണ് ഓർഡർ ഓഫ് അസിഡിറ്റി എന്ന് പറയുന്നത്. ഇനി ലാസ്റ്റ് വൺ, ഹിയർ നമുക്ക് ബെൻസോയിക് ആസിഡ് ആണ്, ബട്ട് നൈട്രോ ഗ്രൂപ്പാണ് വരുന്നത്. ഓക്കെ, അപ്പോൾ ഈ ഒരു കേസിൽ നമുക്ക് -Mഉം -Iയും ഉണ്ടാവും. എവിടെയാണെങ്കിലോ -I മാത്രമേ ഉണ്ടാവുള്ളൂ. എവിടെയാണെങ്കിലോ -Mഉം -I അഗെയിൻ പോസിബിൾ ആണ്. ഈ ഒരു കേസിൽ ഒന്നുമില്ല. അപ്പോൾ ഇവിടെ നമുക്ക് അഗെയിൻ ഇവിടെ നൈട്രോ ഗ്രൂപ്പ് ഓർത്തോ പൊസിഷനിൽ വരുന്നത് കൊണ്ട് തന്നെ മോസ്റ്റ് അസിഡിക് എന്ന് പറയുന്നത് എ ആയിരിക്കും. ദെൻ നമുക്ക് പറയാം ഇവിടെ -Mഉം -Iയും ഉണ്ട്. അതുകൊണ്ട് ഇവിടെ -I മാത്രമേ ഉള്ളൂ. ഇവിടെ -Mഉം കൂടി വരുന്നത് കൊണ്ട് സി ആയിരിക്കും പിന്നെ വരുന്നത്. ദെൻ ബിയും ഡിയും കമ്പയർ ചെയ്യുന്ന സമയത്ത് -I ഇഫക്റ്റ് സ്റ്റെബിലൈസസ് ദി ആനിയോൺ ഫോംഡ്. ഹിയർ കാർബോക്സിലേറ്റ് ആനിയോൺ ആണ് നമുക്ക് ഫോം ചെയ്തത്. ആ ഒരു ആനിയോണിന് -I ഇഫക്റ്റ് വഴി സ്റ്റെബിലൈസ് ചെയ്യാൻ പറ്റും, വിച്ച് ഇസ് മച്ച് ബെറ്റർ ദാൻ അൺസബ്സ്റ്റിറ്റ്യൂട്ടഡ് ബെൻസോയിക് ആസിഡ്. സോ ഇതായിരിക്കും ഓർഡർ വരുന്നത്.
അപ്പോൾ ഇത്രയാണ് നമുക്ക് ഈ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യാനുള്ളത്. ഇനി നമുക്ക് ബേസിസിറ്റീൻ്റെ കോൺസെപ്റ്റും ഇതേപോലെ ഡിസ്കസ് ചെയ്യാനുണ്ട്. സോ വരും വീഡിയോകളിലായിട്ട് നമ്മളത് ഡിസ്കസ് ചെയ്യുന്നതായിരിക്കും. ക്ലിയർ ആയെന്ന് വിചാരിക്കുന്നു. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് കമൻറ്റ് ചെയ്യാവുന്നതാണ്. ഓക്കെ, താങ്ക് യു.